ഹലോ ഹലോ വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിത മക്കൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കോ, ഭാരതീയ ന്യായ സംഹിത. ഓക്കെ. എന്താണ് ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത്? നമ്മുടെ 2023 വന്ന ഭാരതീയ ന്യായ സംഹിത എന്തിന് പകരം നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിന് പകരം കൊണ്ടുവന്ന IPCക്ക് പകരം കൊണ്ടുവന്നതാണ്. 20 ചാപ്റ്റേഴ്സ് ഉണ്ട്, 358 സെക്ഷൻസ് ഉണ്ട്. ഓക്കെ. 20 ചാപ്റ്റേഴ്സ് 358 സെക്ഷൻസ് ആണുള്ളത് ഭാരതീയ ന്യായ സംഹിത IPCക്ക് പകരം കൊണ്ടുവന്നത്. പഠിച്ചല്ലോ. ഓക്കെ. ഇതിനകത്ത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അല്ലാതെ ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 2 ശിക്ഷകളെ കുറിച്ചാണ് പറയുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനകത്ത് സെക്ഷൻ 4 മുതൽ 13 വരെ ഉള്ളത്. ഓക്കെ. 4 മുതൽ 13 വരെ സെക്ഷനിലായിട്ടാണ് എന്താ ശിക്ഷകളെ പറ്റി പറയുന്നത്. അപ്പൊ നോക്കിയാൽ ഇതിനകത്ത് മെയിൻ ആയ ശിക്ഷകൾ ഏതൊക്കെയാ? വധശിക്ഷ. അവരുടെ ഏറ്റവും കഠിനമായ ശിക്ഷയാണ് എന്ത്? വധശിക്ഷ. ജീവപര്യന്തം തടവ്. നമുക്കറിയാം, ശിക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ശേഷിക്കുന്ന സ്വാഭാവിക ജീവിതകാലം മുഴുവൻ തടവിൽ കഴിയും. അതാണ് ജീവപര്യന്തം എന്ന് പറയുന്നത്. പിന്നെ എന്താ? തടവുണ്ട്. ഇത് രണ്ട് തരത്തിലുള്ള തടവുണ്ട്. കഠിന തടവുണ്ട്, അതിനൊക്കെ തന്നെ സാധാരണ തടവുണ്ട്. സ്വത്ത് കണ്ടുകെട്ടലുണ്ട്. ഫോർ ഫീച്ചർ ഓഫ് ദ പ്രോപ്പർട്ടിയെ എന്താ കണ്ടുകെട്ടുന്നു, അതാണ് എന്താ സ്വത്ത് കണ്ടുകെട്ടൽ. പിന്നെ പിഴ, പിന്നെ കമ്മ്യൂണിറ്റി സർവീസ്. നമ്മുടെ എന്താ ഇപ്പം എന്താ പറയുന്നത്, നമ്മൾ BNS പുതുതായിട്ട് ഉൾപ്പെടുത്തിയ ഒരു ശിക്ഷയാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുറ്റകൃത്യങ്ങളൊക്കെ ആണെങ്കിൽ അത് എന്താ പ്രതിഫലമില്ലാതെ സമൂഹത്തിന് ഗുണകരമായ ജോലികൾ ചെയ്യാൻ കോടതി ഉത്തരവിടുക. അതാണ് എന്ന് പറയുന്നത് BNS ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. ഭാരതീയ ന്യായ സംഹിത 2023 രണ്ടാം അധ്യായം ശിക്ഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇതിൽ 4 മുതൽ 13 വരെയുള്ള വകുപ്പുകളാണ് സെക്ഷൻ ഉൾപ്പെടുന്നത്. ഓരോ വകുപ്പും മലയാളം താഴെ വെച്ചിരിക്കുന്നു. സെക്ഷൻ എന്താ 4 അതിനകത്താണ് ശിക്ഷകൾ. നമ്മളിപ്പോൾ പറഞ്ഞ ശിക്ഷകളില്ലേ, നമ്മൾ പറഞ്ഞ ശിക്ഷകളെല്ലാം പറഞ്ഞ ഈ സെക്ഷനിലാണ്, ഫോർത്ത് സെക്ഷനിലാണ്. തുടക്കം തന്നെ അതാണ് പറയുന്നത്. ഫോർത്ത് സെക്ഷനിലാണ് എന്തിനെ പറ്റി പറയുന്നത്? ശിക്ഷകളെ പറ്റി പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ എന്തൊക്കെയാ? ജീവപര്യന്തം തടവും, വധശിക്ഷയും, തടവും, സ്വത്ത് കണ്ടുകെട്ടൽ, പിഴ, കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ അതിനകത്ത് സെക്ഷൻ 4-നകത്താ. സെക്ഷൻ 5 നോക്കിയ മക്കളെ, ശിക്ഷ ഇളവ്, കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്. നമുക്ക് നേരത്തെ നമ്മൾ BNSS പഠിച്ചായിരുന്നല്ലോ കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസ്. അതാണ് ഇതിനകത്ത് എന്തുണ്ട്? കമ്മ്യൂട്ടേഷൻ ഓഫ് സെന്റൻസിനെ പറ്റി പറയുന്നുണ്ട്. സെക്ഷൻ 5 പറയുന്നത് സർക്കാരിന് വധശിക്ഷയോ ജീവപര്യന്തം തടവോ മറ്റു ശിക്ഷകളായി കുറയ്ക്കാൻ ഈ വകുപ്പ് അധികാരം നൽകുന്നു. ഈ വകുപ്പ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരിന് വധശിക്ഷയോ ജീവപര്യന്തം തടവോ ഒക്കെ ആണെങ്കിൽ അത് വേറെ ഏതെങ്കിലും ശിക്ഷയായിട്ട് കമ്മ്യൂട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മനസ്സിലായ? വേറെ ഏതെങ്കിലും ശിക്ഷകളായിട്ട് കുറച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇനി വകുപ്പ് 6 നോക്കിയേ, ശിക്ഷാ കാലാവധിയുടെ അംശങ്ങൾ, അതായത് ഫ്രാക്ഷൻ ഓഫ് ടേംസ് ഓഫ് പണിഷ്മെന്റ്. ശിക്ഷയുടെ കാലാവധി കണക്കാക്കുമ്പോൾ ജീവപര്യന്തം തടവ് എന്നത് 20 വർഷത്തെ തടവിന് തുല്യമായി കണക്കാക്കണം. അപ്പൊ വകുപ്പ് 6 എന്താ പറയുന്നത്? ശിക്ഷാ കാലാവധിയിലെ അംശങ്ങള്. ശിക്ഷാ കാലാവധിയിലെ അംശങ്ങൾ, അതായത് ശിക്ഷയുടെ കാലാവധി കണക്കാക്കുമ്പോൾ ജീവപര്യന്തം തടവ് എന്നത് എന്താ? എത്ര വർഷം എടുക്കും? 20 വർഷത്തെ തടവിന് തുല്യമായി കണക്കാക്കും. ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ എത്ര വർഷത്തേക്ക് എടുക്കുന്നത്? 20 വർഷം. നമുക്ക് കറക്റ്റ് ഒരാളുടെ ജീവിതകാലം എന്ന് പറയുമ്പോൾ എത്ര? ഒരു 20 വർഷം എന്ന് പറഞ്ഞാൽ അയാളുടെ പ്രൈം ടൈം ആയിരിക്കുമല്ലോ, അതാണ് കണക്കാക്കുന്നത്. മനസ്സിലായത്? വകുപ്പ് 6 പറയുന്നത്. എത്ര വർഷം എന്ന് പറഞ്ഞാൽ 20 ഇയേഴ്സ് ആണെന്ന് പറയുന്നത് ഇതിനകത്ത് വകുപ്പ് 6 വകുപ്പ് 7 എന്താ? വകുപ്പ് 4 നമുക്കറിയാലോ, പണിഷ്മെന്റിനെ പറ്റി പറയാണെന്ന്. വകുപ്പ് 6 മനസ്സിലായാലോ? വകുപ്പ് 7 എന്താ? തടവ് ശിക്ഷയുടെ സ്വഭാവം. തടവ് ശിക്ഷയുടെ സ്വഭാവം, ചില കേസുകളിൽ ശിക്ഷയുടെ ഒരു ഭാഗം കഠിന തടവും ബാക്കി ഭാഗം സാധാരണ തടവുമായി കോടതി നിശ്ചയിക്കാം. അത് എങ്ങനെ ആയിരിക്കണം എന്നാണ് വകുപ്പ് 7 വഴി പറയുന്നത്. വകുപ്പ് 7 പറയുന്നത് തടവ് ശിക്ഷയുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം, എത്ര നാൾ കഠിന തടവ്, എത്ര നാൾ സാധാരണ തടവ് എന്നാണ് പറയുന്നത്. വകുപ്പ് 8 നോക്കിയേ, പിഴയുടെ അളവും പിഴ ഒടുക്കാത്ത പക്ഷമുള്ള തടവും. പിഴയുടെ അളവ് എത്രമാത്രം പിഴ വരുന്നുണ്ട്, പിന്നെ ഈ പിഴ ഒടുക്കാതെ വരുവാണെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്, പിഴ എത്രയാണെന്ന് നിശ്ചയിച്ചില്ലാത്ത സാഹചര്യങ്ങളിൽ അത് അമിതമാകരുത്. പിഴ അടച്ചിട്ടില്ലെങ്കിൽ പകരം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. മനസ്സിലായി? അപ്പം ഒരുപാട് ഓവർ ആവാതെ രീതിയിലുള്ള പിഴയുടെ എമൗണ്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ അത് അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? തടവ് ശിക്ഷ കൊടുക്കേണ്ടി വരും. അതാണ് വകുപ്പ് 8 പറയുന്നത്. അപ്പൊ വകുപ്പ് 8 ഹെഡിങ് പഠിച്ചു വെക്കുക. പിഴയുടെ അളവും പിഴ ഒടുക്കാത്ത പക്ഷമാണ് തടവും. ഒരുപാട് ഓവർ ആവാത്ത രീതിയിൽ അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള പിഴയായിരിക്കണം കൊടുക്കേണ്ടത്. അടച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാ? തടവ് ശിക്ഷ വിധിക്കുകയും വേണം. വകുപ്പ് 8. ഓക്കെ. വകുപ്പ് 7 തടവുശിക്ഷയുടെ സ്വഭാവം. വകുപ്പ് 6 എന്താ പറയുന്നത്? ഫ്രാക്ഷൻ ഓഫ് ടേംസ് ഓഫ് പണിഷ്മെന്റ്, എത്ര നാളത്തേക്കാണെന്നുള്ളത് പറയുന്നു. വകുപ്പ് 8 പിഴയുടെ അളവും പിഴ ഒടുക്കാത്ത പക്ഷമുള്ള തടവും. ഓക്കെ. വകുപ്പ് 9 എന്താ? ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയെ പറ്റിയാണ് വകുപ്പ് 9 പറയുന്നത്. ഒന്നിലധികമുള്ള കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയാണ് വകുപ്പ് 9 പറയുന്നത്. ഒരേ പ്രവൃത്തിയിലൂടെ ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട ശിക്ഷയുടെ പരിധിയെ കുറിച്ച് വിവരിക്കുന്നു. അതാണ് വകുപ്പ് 9. ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ ഹെഡിങ് എഴുതി വെച്ച് പഠിക്കാം. വകുപ്പ് 9 എന്താ? ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. 9 ഒന്നിലധികം കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷ. 10 സംശയാസ്പദമായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ. ഒരു വ്യക്തി ഒന്നിലധികം കുറ്റങ്ങൾ ചെയ്തതായി കാണുകയും എന്നാൽ അതിൽ ഏത് കുറ്റമാണ് കൃത്യമായി ചെയ്തതെന്ന് വ്യക്തമല്ലാത്തപ്പോൾ കുറഞ്ഞ ശിക്ഷയുള്ള കുറ്റത്തിന് ശിക്ഷ നൽകാം. കുറഞ്ഞ ശിക്ഷയുള്ള കുറ്റത്തിന് ശിക്ഷ നൽകാം. നമുക്കിപ്പോ അറിയത്തില്ല ഏതിനാണ് അയാൾ കറക്റ്റായിട്ട് കുറ്റം ചെയ്തത്, നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്താ? അയാൾ ചെയ്ത ആ പ്രവൃത്തികളിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കേണ്ട ഏതിനാണോ അതിന് ശിക്ഷ നൽകാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? വകുപ്പ് 10 വരുന്നത്. ക്ലിയർ ആണല്ലോ? വകുപ്പ് 10 എന്ത് വരുന്നത്? സംശയാസ്പദമായ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ. സംശയാസ്പദമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ മനസ്സിലായി, അതിനുള്ള ശിക്ഷയാണ് എന്ത് പറയുന്നത്? വകുപ്പ് 10 പറയുന്നത്. ഒരു വ്യക്തി ഒന്നിലധികം കുറ്റങ്ങൾ ചെയ്തതായി കാണുകയും അതിനകത്ത് എന്തല്ല ഏതിനാണ് ശിക്ഷ കൊടുക്കുന്നത് വ്യക്തമല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയുള്ള കുറ്റത്തിന് ശിക്ഷ നൽകുക. ഓക്കെ.
അപ്പം നമുക്ക് ഒരുപാട് കുറ്റം ചെയ്ത് നമുക്ക് അറിയാം, പക്ഷെ അതിനകത്ത് ഏത് കുറ്റമാണ് കൃത്യമായി ചെയ്ത് നമുക്ക് അറിയത്തില്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 2-3 കേസ് നമുക്ക് ഉണ്ടെന്ന് നമുക്ക് അറിയാം, പക്ഷെ അതിനകത്ത് ഏതൊക്കെ കറക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വരുന്ന കുറ്റകൃത്യം ഏതാണോ അതിന് ശിക്ഷ നൽകുക. മനസ്സിലായോ? 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം മനസ്സിലായോ? 4 മനസ്സിലായല്ലോ, 5 മനസ്സിലായല്ലോ, 6 നോക്കിയേ, വായിച്ചു നോക്കിയേ, 7 നോക്കിയേ, 8, 9, 10 അറിയാലോ. 11ഉം 12ഉം നോക്കിയ മക്കളെ, അതാണ് ഏകാന്ത തടവിനെ പറ്റി പറയുന്നത്. ഏകാന്ത തടവ്. ഏകാന്ത തടവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സോളിറ്ററി കൺഫൈൻമെന്റ്. കഠിന തടവ് അനുഭവിക്കുന്ന പ്രതിയെ കോടതിക്ക് ഏകാന്ത തടവിന് വിധിക്കാം. കഠിന തടവ് അനുഭവിക്കുന്ന പ്രതിയെ കോടതിക്ക് ഏകാന്ത തടവിന് വിധിക്കാം. എന്നാൽ ഇത് ആകെ 3 മാസത്തിൽ കൂടാൻ പാടില്ല. ഇമ്പോർട്ടന്റ് ആണ്, 3 മാസം കൂടാൻ പാടില്ല. ഏകാന്ത തടവിന്റെ സമയപരിധി വകുപ്പ് 12ൽ കൃത്യമായി പറയുന്നു. ഉദാഹരണം, ഒരു മാസത്തിൽ പരമാവധി 14 ദിവസം മാത്രമേ ഏകാന്ത തടവ് നൽകാനാവൂ. അപ്പം എന്താ 11ഉം 12ഉം എന്ന് പറഞ്ഞാൽ എന്തിനെ പറ്റി പറയുന്നതാ? സോളിറ്ററി കൺഫൈൻമെന്റിനെ പറ്റി പറയുന്നത്. എഴുതിയിട്ടേരെ. സോളിറ്ററി കൺഫൈൻമെന്റിനെ പറ്റിയാണ് എന്ത് പറയുന്നത്? നമ്മുടെ 11ഉം 12 പറഞ്ഞത് സോളിറ്ററി കൺഫൈൻമെന്റ്. അതിന്റെ എന്ത് പറയുന്നുണ്ട്? സമയപരിധി എത്ര നാളത്തെയും കൊടുക്കാവൂ എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു മാസത്തിൽ 14 ദിവസം എന്ത് ചെയ്യാൻ പറ്റൂ? ഏകാന്ത തടവ് നൽകാൻ പറ്റൂ, നൽകാവൂ, അങ്ങനെ നിയമമുണ്ട്. അതാണ് 11ഉം 12ഉം ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത് നോക്കേ, വകുപ്പ് 13 നോക്കിയേ, മുൻപ് ശിക്ഷിക്കപ്പെട്ടവർക്കുള്ള ശിക്ഷ, അതായത് എൻഹാൻസ്മെന്റ് പണിഷ്മെന്റ്. ചില കുറ്റങ്ങൾക്ക്, ഉദാഹരണം നാണയങ്ങളുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് മുൻപ് ശിക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ കൂടുതൽ കഠിനമായ ശിക്ഷ നൽകണം. അതാണ് ഇത് പറയുന്നത്. എന്താ വകുപ്പ് 13 എന്ന് പറയുന്നത്, മുൻപ് ഇതേ കേസ് ശിക്ഷിക്കപ്പെട്ടുണ്ട്, വീണ്ടും അവൻ ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ കുട്ടികളാണെങ്കിലും എന്താ ഒരു ശിക്ഷ ചെയ്ത് നമ്മൾ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലോണം വഴക്ക് കൊടുക്കത്തില്ല. അതാണ് കാര്യം എന്ത് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയായിരിക്കും അവിടെ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വകുപ്പ് 13 മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. BNS 4 to 13 ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? പഠിച്ച് വെക്കാന്നല്ലേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് ഹെഡിങ് ഒക്കെ എഴുതി വെച്ച് പഠിച്ചു പോവാം. ക്ലിയർ ആണല്ലോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹെഡിങ് എഴുതി പഠിച്ചാൽ മാത്രം മതി. BNS-നകത്ത് അധികം ഒരുപാട് ഡെപ്തിൽ ചോദ്യമൊന്നും വരത്തില്ല. ഹെഡിങ്ങുകൾ പഠിച്ച് വെക്കുക, കിട്ടിയ മാർക്ക് കിട്ടും, 1 മാർക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പഠിക്കുക. ഡൗട്ട് ഉള്ളത് പേഴ്സണലായിട്ട് എനിക്ക് ചോദിക്കാം.